അസ്സലാമലൈക്കും. ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും 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 സ്വാഗതം. നമ്മൾ എത്ര നാളായിട്ട് ഇങ്ങനെ 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 ഇരുന്നിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നെങ്കിൽ സ്കിൻ കെയർ അല്ലെങ്കിൽ വ്ളോഗ് അങ്ങനത്തെ നമ്മൾ ഷോർട്സ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ആക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. യെസ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് കാണാം. അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതുതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, തുടർന്ന് വീഡിയോസ് കാണുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ ചെറുതാന്ന് വർത്തമാനം പറയാൻ നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. യെസ്, നമ്മളൊരു ഗീവ് അവേ നടത്താൻ പോവുകയാണ്. ഓക്കെ. അപ്പം ഞാൻ കുറേ നാളും കൊണ്ട് വിചാരിച്ച ഒരു ഗീവ് അവേ നടത്തണം. പക്ഷേ അതിന് കുറച്ച് കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നടത്താമെന്നുള്ളത് ശരി, എന്തായാലും ഇനിയിപ്പം നടത്താമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബറൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് 1000 സബ്സ്ക്രൈബർ ആവുമ്പോഴത്തേക്കും ഒരു ഗീവ് അവേ ചെയ്യണമെന്ന്. പക്ഷേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച് ചെയ്യാമെന്നുള്ളത് കാര്യങ്ങൾ ഞാൻ പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്ത് ഗീവ് അവേ എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗീവ് അവേ ചെയ്യുന്നതിന് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, ഞാൻ സമ്മാനം തരാൻ നിങ്ങളിങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അപ്പം ഞാനത് പേടിച്ചിട്ട് ഞാൻ കുറേ സെർച്ച് ചെയ്തത് എങ്ങനെ എന്താണെന്നുള്ളത്. അപ്പോൾ സെർച്ച് ചെയ്തപ്പം കൂടുതൽ പേരും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് റൂൾസ് പറഞ്ഞായിരുന്നിട്ട്. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകളുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല. ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമൊക്കെ കട്ട് ചെയ്ത് അപ്പം റോഡ് സൈഡാണ്, അപ്പുറത്തൊക്കെ വീടുണ്ട്. അവിടുത്തെ സൗണ്ടുകളും കാര്യങ്ങളും വണ്ടി പോകുന്നതൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്ന് ക്ഷമിക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി. ഓക്കെ. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, ഞാൻ എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ആർക്കെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, അപ്പം അവർക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഈ ഗീവ് അവയെ കുറിച്ച് പറയുന്നത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ അല്ല കേട്ടോ, ഇനി ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യും. ഒരു വ്ളോഗാണ്, വളരെ കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. ആ വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം, ഒന്നെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കും. ഒരു 3 അക്ക സംഖ്യ 2 അക്ക സംഖ്യയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു പിക്ചർ, ഏതെങ്കിലും ഒന്ന് പിക്ചർ അല്ലെങ്കിൽ നമ്പേഴ്സ് ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. അത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ എവിടെയെങ്കിലും കൊടുക്കും. അത് നിങ്ങൾ ആൻസർ ആയിട്ട് കൊടുക്കണം. ഈ വീഡിയോയ്ക്കിടയിലല്ല, ആ വീഡിയോയ്ക്കിടയിൽ നിങ്ങൾ ആൻസർ ആയിട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ, ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും, ഇന്നോ നാളെയോ ഇൻഷാ അല്ലാഹ്. ആ വീഡിയോയ്ക്ക് നിങ്ങൾ അതിനകത്ത് ആ വീഡിയോയുടെ അകത്ത് ഞാനൊരു പിക്ചറോ അല്ലെങ്കിൽ ഒരു നമ്പറോ കാണിക്കും, എന്തെങ്കിലും ഒന്ന്. അപ്പോൾ എന്താണെന്ന് തോന്നുന്നത് അത് ഞാൻ ആ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ അതെന്താണെന്നുള്ളത് ആ വീഡിയോയുടെ അടിയിൽ കൊടുക്കണം. സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുന്നത് ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പോൾ എന്ത് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 20, 25, 30 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ആക്കത്തില്ല കേട്ടോ. അവിടെ ഇത്രയും മാത്രം ചെയ്താൽ മതി. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്നിട്ട് നിങ്ങളുടെ പേര്, ആ ആൻസർ, നമ്പറെങ്കിലും നമ്പർ, പിക്ചറെങ്കിൽ പിക്ചർ എന്താണെന്നുള്ളത് കൊടുക്കുക. ദെൻ ആ വീഡിയോയെ കുറിച്ചിട്ടുള്ളൊരു കമൻറ്റ് മസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഹാപ്പെങ്കിലും തന്നാൽ മതി, നോ പ്രോബ്ലം. വലിയ നീറ്റ് വെച്ചുള്ള കമൻറ്റൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ വീഡിയോ കുറിച്ചിട്ടുള്ളൊരു കമൻറ്റ്, അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മൂന്നേ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യങ്ങൾ നിർബന്ധിച്ചിട്ട് നിങ്ങളെ പുതിയതായിട്ട് കാണുന്നതിനോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും എന്നാലേ ഞാൻ ഗീവ് അവേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെയൊന്നും പറയുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിൻ കെയർ, അതേപോലെ മേക്കപ്പ് ഇതിനെ കുറിച്ചിട്ടുള്ളത്, പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വ്ളോഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടോ നമ്മുടെ ഈ ഒരു ചാനലിനോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുണി ക്രാഫ്റ്റുകൾ. പിന്നെ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഗിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളർന്നു വരുന്നൊരു യൂട്യൂബാണ്. ഇപ്പോൾ എപ്പോഴാണ് കുറച്ച് കയറി വരുന്നത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഒരിക്കലും യൂസ്ഫുൾ ആകാത്ത ഒരു സാധനം നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്തില്ല. എന്നാൽ അധികം ലോക്കലുമാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂടിയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സംഭവം തന്നെയായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചു തരുമ്പോൾ ആർക്കും വേണ്ടാത്തത് അയച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുള്ളതിൽ നിന്ന് നമുക്കൊരു മനഃതൃപ്തിയാണ്. ഓക്കെ, അതാണ് കേട്ടോ. അപ്പം 3 വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ റൂൾസാണ്. പിന്നെ നമുക്ക്
ഈ മാസം ലാസ്റ്റ്, ഓക്കെ, ജാനുവരി ലാസ്റ്റിൽ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ കമൻറ്റുകൾ വരികയാണെങ്കിൽ, അതായത് ആ വീഡിയോയ്ക്കടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കുറേ കമൻറ്റ് വരികയാണെങ്കിൽ ഞാൻ ഗീവ് അവേ ആപ്പ് വഴി സെലക്ട് ചെയ്തിട്ട് വിന്നറിനെ ചൂസ് ചെയ്യത്തുള്ളൂ. അല്ല എങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 50, 60 ആ ഒരു കൈൻഡ് ഓഫ് ആണ്, അല്ല അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ, അതിൽ കുറവ് വരാനുള്ള ചാൻസേ ഉള്ളൂ. പിന്നെ അപ്പം അത്രേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ പേര് എഴുതിയിട്ട് മറ്റേ കുലുക്കൽ ചീട്ടുന്നുണ്ട്, ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കുലുക്കിയിട്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേര് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. കാരണം ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ എനിക്ക് പേര് വേണമല്ലോ, യൂസർ ഐ ഡി വെച്ച് നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പേര് മസ്റ്റായിട്ട് എഴുതുക. പേര്, നിങ്ങളുടെ ആൻസർ, നിങ്ങളുടെ വീഡിയോ കുറിച്ചുള്ള ആ ഒരു വീഡിയോ കുറിച്ചുള്ള കമൻറ്റ്, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഗീവ് അവേ ആപ്പ് വഴി, അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്നാന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഞങ്ങളുടെ പേര് കൊടുക്കുക, ആ ഗീവ് അവേയുടെ അല്ലാതെ ആ ആൻസർ, ആ ഒരു സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്യും, അത് കൊടുക്കുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ, സീ യു, ടേക്ക് കെയർ.